നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ, ചീരുവിനെ കുഞ്ഞിനെ 3 മാസങ്ങൾക്ക് ശേഷം ആനന്ദമാഷ് നിന്റെ കൂടെ അയക്കാൻ തയ്യാറാവോന്നാ നീ ഇപ്പൊ ആലോചിക്കേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറായ അത് നീ നിന്റെ ഭാഗ്യമായിട്ട് കരുതണം. അല്ലാതെ നാളെ തന്നെ ഭാര്യയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ച അതൊന്നും നടക്കാൻ പോകുന്നില്ല. മാഷിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അദ്ദേഹം മക്കളുടെ കാര്യങ്ങള് മാനവും മര്യാദയായിട്ട് ചെയ്യും. നീ അതിന്റെ കൂടെ നിക്കാൻ നോക്ക്. ആ, ഇനിയിപ്പോ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഒരു ദിവസം പോലും എന്റെ മോനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എനിക്കും അവിടെ പോയി താമസിക്കാൻ പറ്റുമോ അമ്മേ? ആ, ഇനി അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എടാ, ഇപ്പൊ നിനക്ക് അവരുടെയൊക്കെ മനസ്സില് കുറച്ചെങ്കിലും ഒരു സ്ഥാനമെങ്കിലും ഉണ്ട്. അതുകൂടെ നീ കൊണ്ടേ കളയല്ലേ. എപ്പോഴെങ്കിലൊക്കെ പോയി നിനക്ക് ആ കുഞ്ഞിനെ കാണാം. അല്ലാതെ ഈ 3 മാസത്തിനിടയില് ഒരു ദിവസം പോലും നീ അവിടെ പോയി താമസിക്കരുത്. അത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. എടാ മോനെ, 3 മാസം എന്നൊക്കെ പറഞ്ഞാ ദാന്ന് പറയുന്ന പോലെ അങ്ങ് പോവും. അതുവരെ നീ അച്ചടക്കത്തോടെ നിന്നാ മാഷ് ചീരുവിനെയും കുഞ്ഞിനെയും നിന്റെ കൂടെ ഇങ്ങോട്ട് അയക്കും. ചീരു അതിന് തയ്യാറാവും. അതല്ലേ മോനെ നല്ലത്. അങ്ങനെ ഒരു ഉറപ്പ് അച്ഛൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം. ഉറപ്പോ? മാഷ അങ്ങനെ ഒരു ഉറപ്പും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയില് ഞങ്ങൾക്ക് തോന്നിയൊരു പ്രതീക്ഷയാ നിന്നോട് പറഞ്ഞത്, അല്ലേ ലതികേ? അതെ, നീ എടുത്തുചാട്ടം ഒന്നും കാണിക്കാതിരുന്ന ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാം നടക്കും. ചീരുവിന് ഇപ്പോഴും 2 മനസ്സാ. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോ അവൾ അങ്ങനെ എതിർപ്പൊന്നും കാണിക്കാതിരിക്കും. പക്ഷെ ഈ ബന്ധുക്കളൊക്കെ അടുത്തുള്ളപ്പോ അവക്കെന്നെ കാണുന്ന തന്നെ അലർജിയാ. അപ്പൊ പിന്നെ മോനെയും കൊണ്ട് ബന്ധുക്കളുടെ കൂടെ ഈ പഞ്ചരത്നത്തിലേക്ക് പോയാ എന്നെ മറന്നുകളില്ലെന്നെന്താ ഉറപ്പ്? ആ, അങ്ങനെയൊന്നും അവള് ചെയ്യില്ലായിരിക്കും അല്ലേ? ഇല്ല, എന്റെ മകന്റെ മുഖം കാണുമ്പോ എന്നെ അവഗണിക്കാൻ അവൾക്ക് പറ്റില്ല. ഇനി അഥവാ അവഗണിച്ച എന്റെ മോനെ ഞാൻ അവൾക്ക് കൊടുക്കില്ല. അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും.